ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീനാക്ഷിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അറുമുഖം എന്ന അയാളുടെ പേര്. കഴുത്തറുത്ത് പലിശ വാങ്ങുന്നവനാ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അയാളും മീനാക്ഷിയും തമ്മിൽ എന്താ ഇടപാട്? മീനാക്ഷിയുടെ അമ്മ ജീവിച്ചിരുന്നപ്പോ അവരുടെ ആശുപത്രി ചെലവിനായി മീനാക്ഷി കുറെ പണം കടം വാങ്ങിയിരുന്നു. പലിശയും മുതലും ചേർത്ത് എല്ലാ പണവും അവൾ കൊടുത്തു തീർത്തതാ. പക്ഷേ മുഴുവൻ പൈസയും കൊടുത്തു തീർത്തിട്ടില്ലെന്ന് അയാള് പറയുന്നത്. കുറെ ഗുണ്ടകളെയും കൂട്ടി വന്ന് ബലാത്കാരമായിട്ടാ അവളെ പിടിച്ചോണ്ട് പോയത്. പിടിച്ച് വണ്ടിക്കരുത് അവളെ. ഇങ്ങോട്ട് ഈ അറുമുഖം ഇപ്പൊ എവിടെയുണ്ടെന്നോ അയാളുടെ ഫോൺ നമ്പർ അറിയുവോ? ഒന്നും അറിയില്ല മാധവേട്ട. അവന് എവിടെയൊക്കെയോ താവളങ്ങളുണ്ട്, ആൾക്കാരും പണവുമുണ്ട്. അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരും ചോദിക്കാനില്ലാത്ത അനാഥ പെണ്ണ മീനാക്ഷി എന്ന് അവനറിയാം. മീനാക്ഷിക്ക് ഏക ആശ്രയമായിട്ടുള്ള എനിക്ക് അവനെ നേരിടാനുള്ള ത്രാണിയുമില്ല. അവള് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാ ഞാൻ കാത്തിരിക്കുന്നെ. പക്ഷെ എനിക്കെന്റെ കുഞ്ഞിന്റെ ജഡം പോലും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജഗതേ, എന്താ മാധവേട്ട? സുജിത്രയുടെ അമ്മ ജഗതയാ സംസാരിച്ചത്. മീനാക്ഷിയെ അറുമുഖം എന്ന പലിശക്കാരൻ തട്ടിക്കൊണ്ടുപോയെന്ന്. തട്ടിക്കൊണ്ടുപോയെന്നോ? അങ്ങനെ ഒരു പലിശക്കാരനെ കുറിച്ച് മീനാക്ഷി എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ചികിത്സാ ചെലവിന് വാങ്ങിയ പണം പലിശ സഹിതം മീനാക്ഷി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്ന പ്രകൃതക്കാരിയൊന്നും അല്ല മീനാക്ഷി. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് മാധവേട്ട. ഹരിതയുടെ വീട്ടിൽ തളർന്നു വീഴാതെ എന്നെ താങ്ങി നിർത്തിയവളാ മീനാക്ഷി മോള്. ഞാൻ പ്രസവിക്കാത്ത എന്റെ മോള. അവളെ ഏത് വിധേനയും രക്ഷപ്പെടുത്തണം. എന്താ ആലോചിക്കുന്നേ? പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. മീനാക്ഷിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ചന്ദ്രു സമാധാനിക്കേ. ദേവി, വെളിപ്പുറത്തമ്മേ, ഭഗവതി, എന്റെ മീനാക്ഷി മോളെ കാത്തോളനെ. അവളുടെ പേരിൽ അമ്മയ്ക്കൊരു വഴിപാട് ഞാൻ നടത്തിയേക്കാം. മാനത്തെ കൊട്ടാ